العالمين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ നിയമപുസ്തകം. ഇന്നലെ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചെറിയ തോതിൽ അതിൻ്റെ ഗൗരവം എന്താണ് ഖുർആൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങൾ, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ, നിയമങ്ങൾ, നീതി, ധർമ്മം, ഇസ്ലാമിക കാഴ്ചപ്പാട്, ഇതൊക്കെ എന്താണ്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ തോതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലെ ഈ വിനീതൻ ഒരു ഹദീസ് ഓതി വെച്ചു. ബഹുമാനപ്പെട്ട ഹാരിസ് അൽ-അഅ്വർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മററത്തു ഫിൽ മസ്ജിദ്, പള്ളിയുടെ ഓരത്ത് കൂടി ഞാൻ നടന്നു പോകുമ്പോൾ, വന്നാസു യഖൂലൂന ഫിൽ ഹദീസ്, ജനങ്ങളെല്ലാം അനാവശ്യ സംസാരങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാ. ഫദഖൽതു അലാ അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നുപോയി. ഫഖുൽതു, ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, അലാ തറാ അന്നന്നാസ ഖദ് ഖാളൂ ഫിൽ ഹദീസ്, ജനങ്ങളെല്ലാം ആവശ്യമില്ലാത്ത സംസാരവുമായി ബന്ധപ്പെടുന്നത് കാണുന്നില്ലയോ മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവ ഖദ് ഫഅലൂഹാ, അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ടോ? നഅം, ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ അവർ ദുനിയാവുമായി ബന്ധപ്പെട്ട് ദുനിയാവിന്റെ സംസാരത്തിൽ കഴിഞ്ഞുകൂടുകയാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു, ഇന്നഹാ സതകൂനു ഫിത്ന, അതൊരു ഫിത്നയാണ്, അതൊരു ഇടങ്ങേറാണ്, അതൊരു പ്രശ്നമാണ്, അത് നാശത്തിന്റെ അടയാളമാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയെ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്താണ്, രക്ഷാമാർഗം എന്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഫീഹി നബഉ മാ ഖബ്ലകും, മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിത വ്യവസ്ഥകൾ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, അവരെ ഏത് കോലത്തിൽ ഏതവസ്ഥയിൽ അല്ലാഹു അവരെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ച് സവിഷ്ടമായി പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമത്രേ ഖുർആൻ. ഫീഹി നബഉ മാ ഖബ്ലകും വഖബറു മാ ബഅദകും, ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യ, മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഭാഗത്തെ മിനുക്കിയെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ അവരെ പോലെ തന്നെ നിങ്ങളെയും നാം അധർമ്മത്തിന്റെ കുഴിയിലേക്ക് നാം വലിച്ചിടുകയും കത്തിയെരിയുന്ന നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമത്രേ. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച്, അവർ നല്ല അവസ്ഥയിൽ നടന്നാൽ അവർക്കുള്ള സന്തോഷ വാർത്തയെക്കുറിച്ച്, അവർ അധർമ്മകാരികളായാൽ അവർക്കുള്ള മുന്നറിയിപ്പിനെ കുറിച്ച് ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അലിയേ, വഹുകുമു മാ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള നീതിയും ധർമ്മവും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമത്രേ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്താതെ പറയുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും. എന്താണ് ഖുർആൻ എന്ന് ലോകത്തോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ ഖസമ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ആരൊരാൾ ഈ പരിശുദ്ധ ഖുർആനിനെ അഹങ്കാരവാഞ്ചയോടുകൂടി പുറന്തള്ളുന്നുവോ, അതിനെ വലിച്ചെറിയുന്നുവോ, നാളെ അല്ലാഹു അവനെ കൈകാര്യം ചെയ്യുമത്രേ.
കാരണം എന്താണ്? വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് പൊട്ടിപ്പോകാത്ത പാശമത്രേ, പൊട്ടിപ്പോകാത്ത പാശമത്രേ. ആരൊരാൾ അതിനെ മുറുകെ പിടിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ട വഴികളിലാണ്. വഹുവ ദിക്റുൽ ഹകീം വഹുവ സിറാത്തുൽ മുസ്തഖീം. നേരായ വഴികളെ, സത്സരണിയെ, സൽപന്ഥാവിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും അനുകരിക്കാവുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് ജ്ഞാനം അതിനകത്തുണ്ട്. അള്ളാഹുവിന്റെ ഇൽമുകളും അവന്റെ സന്ദേശങ്ങളും അവന്റെ വിധിവിലക്കുകളും അതിനകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിയേ, ആ വഴികളെ പിൻപറ്റിയാൽ നേരെ സ്വർഗത്തിലേക്കാണ് ആ ഖുർആൻ കൊണ്ടെത്തിക്കുക. വഹുവ സിറാത്തുൽ മുസ്തഖീം ലാ തസിയഗു ബിഹിൽ അഹ്വാ. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഖുർആനിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ശക്തി കൊണ്ട്, ഖുർആനിന്റെ അമൂല്യ ഗ്രന്ഥത്തിന്റെ ആ മഹത്വം കൊണ്ട് ഒരു പിശാചിനും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ദുനിയാവിലെ എത്രത്തോളമുള്ള സംസ്കാരങ്ങളെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിലും ലാ തസിയഗു ബിഹിൽ അഹ്വാ, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാനും ആ വഴികളെ സ്വീകരിക്കാനും തയ്യാറുണ്ടോ? ആ വ്യക്തികളെ തീർച്ചയായും ദുനിയാവ് കീഴ്പ്പെടുത്തുകയില്ല. പരിശുദ്ധ ഖുർആനിന് അവിടെ വിജയം അല്ലാഹു നൽകുകയാണ്. വമൻ ഇബ്തഗാ ഫീ ഗൈരി ആരൊരാൾ ഹിദായത്തിന്റെ മാർഗം ഈ ഖുർആനിന്റെ വഴികളല്ലാതെ മറ്റൊരു വഴികളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അല്ലാഹു അവനെ പിഴപ്പിച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തശ്ബഉ മിൻ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. എത്രത്തോളം ഈ ഖുർആനിനെ ഉലമാക്കൾ കേട്ടാലും മുഅ്മിനീങ്ങൾ കേട്ടാലും അവർക്ക് വയറ് നിറയുകയില്ല. വിശ്വാസികളാണോ, ഖുർആനിന്റെ വക്താക്കളാണോ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി നടക്കാൻ കൊതിക്കുന്നവരാണോ, ഈ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും അതിന്റെ ആയത്തുകളും കേട്ട് കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയുകയില്ല അലിയേ, വയറ് നിറയുകയില്ല അലിയേ. ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു അലൈഹി വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സിലിരുന്നാൽ ഖുർആനിന്റെ ആയത്തുകളും വചനങ്ങളും അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് അതിന്റെ ഓരോ മുത്തുമണികൾ ആഴ്ന്നിറങ്ങുമ്പോൾ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ്, ഹൃദയം തുടിക്കുകയാണ്. വജ്ലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഭയവിഹ്വലമാവുകയാ, ഭയം കൊണ്ട് നിറയുകയാ. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഈമാൻ കുറഞ്ഞു പോയ മനുഷ്യ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഖുർആനിന്റെ സദസ്സിലേക്ക് അവർ കടന്നു വന്നാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ അധികരിക്കുകയും ചെയ്യുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഈമാൻ കുറഞ്ഞു പോകുമെന്ന പേടിയാൽ സ്വഹാബത്ത് നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് മടങ്ങിപ്പോകുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോ, ഹബീബായ തങ്ങളുടെ ആയത്തുകളും വചനങ്ങളും കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിൽ ആർദ്രതകൾ കൊണ്ട് നിറയുമെങ്കിൽ അവർ തന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോ ഫഅഫസ്നൽ മതാ വല്ലയ്യാ, വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർ വീടുമായി ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഈ ഓതപ്പെട്ട ആയത്തുകളെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും അവർ മറന്നു പോവുകയാ. അതാ ആ പരാതിയുമായി വീണ്ടും സഹാബത്ത് നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നകൂനു മിൻ ഇൻദിക തുദക്കിറുനൽ ജന്നത വന്നാർ. ഹബീബായ തങ്ങളെ അവിടുത്തെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അങ്ങ് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഖുർആനിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തരുമ്പോ കന്നാ റഅയു
നഹിലു ഐനി യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾ സ്വർഗത്തിന്റെ മുന്നിലിരിക്കുന്ന പ്രതീതിയാണ്, സ്വർഗത്തിന്റെ വക്കിലിരിക്കുന്ന പ്രതീതിയാണ്. യാ റസൂലല്ലാഹ്, നഹ്നു ഖറജ്നാ മിൻ ഇൻദിക, അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയോ ഫഅഫസ്നൽ മതാ വൽ ഔലാദ വല്ലയ്യാ ഫനസീനാ കസീറാ. നബിയെ, അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയും ഭാര്യ സന്താനങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഹബീബായ തങ്ങളെ, അവിടുത്തെ ഓരോ വചനങ്ങളും ഞങ്ങൾ മറന്നു പോകുന്നു ഹബീബേ, മറന്നു പോകുന്നു ഹബീബേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരൊരാളാ സദസ്സിലിരുന്നു കൊണ്ട് ഈ പറയപ്പെടുന്ന, ഓതപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അവർക്കായിരിക്കും നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവിയെന്ന് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അത് സാധ്യമാവുകയില്ല, സാധ്യമാവുകയില്ല. ഹൃദയം തൂവുന്നതെന്നാ